തുറന്നപ്പോ ചേട്ടാ എന്താണ് ആദ്യം ഇത് തുറന്നപ്പോ പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു? ആദ്യം വന്നിട്ട് ആ മേൽമൂടി മാറ്റുകയാണോ ചെയ്തത്? അല്ല, അവരാദ്യം അളവൊക്കെ എടുത്തു. അവിടെ മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം RDOയുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്ലാബ് ജോലിക്കാർ വെച്ചു. മേലത്തെ സ്ലാബ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കഴുത്ത് വരെ ഇട്ടതായിരിക്കും. പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപസ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരത്തിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു കർപ്പൂരം. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. കാര്യം നമുക്ക് ഫോണെല്ലാം അവര് നമ്മളെ മാറ്റി വാക്കിയായിരുന്നു. ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്. അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി RDOയുടെ സാന്നിധ്യത്തിൽ. ഇല്ലല്ല, പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് അങ്ങനെ ഒന്നും ഇല്ല. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രസന്നകുമാർ. സാക്ഷിയായിട്ട് കൊണ്ടുവന്നാണോ? ഞാൻ കൗൺസിലറാണ്, നെയ്യാറ്റിൻകര കൗൺസിലറാണ്, മുനിസിപ്പാലിറ്റി. ഈ അറ പൊളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൗൺസിലറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അറ പൊളിച്ചപ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്.